എല്ലാവരും ഹാപ്പി അല്ലേ? എല്ലാവരും ഹാപ്പിയാണെന്ന് വിശ്വസിക്കുന്നു. അതെ, ഞാനും ഹാപ്പിയാണ്. അൽഹംദുലില്ലാ. അപ്പോ നമ്മളുടെ ഇന്നത്തെ ടോപ്പിക് എന്തായിരുന്നു? അക്സെപ്റ്റൻസ് അല്ലെ? അക്സെപ്റ്റൻസ് ആണ് ഇന്നത്തെ നമ്മുടെ ടോപ്പിക്. നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും ഒരു മഹത്തായ ഒരു മൂല്യം ഉള്ളൊരു വേർഡാണ്. എന്താണ്? അക്സെപ്റ്റൻസ് അല്ലെ? ഈ അക്സെപ്റ്റൻസ് നമ്മുടെ ജീവിതത്തില് ഇല്ലെങ്കിൽ അതൊരു ശൂന്യതയാണ്. നമ്മള് ഭയങ്കര ശൂന്യത നിറഞ്ഞ ജീവിതമാണ്. അതായത് നമുക്ക് ഈ അക്സെപ്റ്റൻസ് നമ്മുടെ എന്താണ് അക്സെപ്റ്റൻസ്? നമ്മളെ മനസ്സിൽ നമുക്ക് ചിന്തകളാണ്, നമ്മളെ പല സംഗതികളും, ഇപ്പൊ പോസിറ്റീവ് ചിന്തകൾ, പല പോസിറ്റീവ് സംഭവങ്ങൾ, പോസിറ്റീവ് കാര്യങ്ങൾ നമുക്ക് എന്തെങ്കിലും നമുക്ക് സംഭവിക്കുമ്പോൾ നമ്മൾ അതിനെ അക്സെപ്റ്റ് ചെയ്യും വേഗം അല്ലെ? അത് നമുക്കൊരു ബുദ്ധിമുട്ടുണ്ടാവില്ല, അതിനൊരു തടസ്സവും നമുക്ക് അങ്ങനെ ഒരു ഇതുണ്ടാവില്ല. നമുക്ക് പെട്ടെന്ന് തന്നെ അക്സെപ്റ്റ് ചെയ്യാൻ കഴിയും. നേരെ മറിച്ച് നമുക്കൊരു നെഗറ്റീവായിട്ട് വല്ല വിഷയങ്ങളോ, നമുക്ക് പ്രതിസന്ധി ഘട്ടങ്ങൾ എന്തെങ്കിലും നമുക്ക് ആ ഒരു കാര്യങ്ങൾ വരുമ്പോൾ എന്താവും? നമുക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല, നമുക്ക് ബുദ്ധിമുട്ട് അവിടെ സംഭവിക്കാം. അക്സെപ്റ്റ് ചെയ്യണോ ചെയ്യണ്ടേ എന്നുള്ള നമുക്ക് ഉള്ളിലുള്ള ഒരാൾ നമ്മൾ ചോദിച്ചുകൊണ്ടിരിക്കും അല്ലെ? അപ്പോ അവിടെ എന്താ സംഭവിക്കുന്നത്? നമുക്ക് തടസ്സങ്ങളാവും അല്ലെ? നമുക്ക് എന്തൊരവസ്ഥയെയും നമ്മളിപ്പോ പണ്ടൊക്കെ എപ്പോഴും നമ്മൾ ഓട്ടോമാറ്റിക്കായിട്ട് പറയാറുണ്ട്, നമ്മൾക്ക് ഈ അഫർമേഷൻ നമ്മൾ എപ്പോഴും കേട്ട് വരാറുണ്ട്. എന്തും സംഭവിക്കണം നല്ലതിനാണ്, ഇപ്പൊ സംഭവിച്ചത് നല്ലതിനാണ്, ഇനി വരാനിരിക്കുന്നത് നല്ലതിനാണ് അല്ലെ? നമ്മൾ എത്രത്തോളം വലിയൊരു മഹത്തായ വാക്കാണ് പറയുന്നത്. അപ്പൊ ആ ഒരു വാക്ക് ശരിക്കും നമ്മൾ ശരിക്കും മൈൻഡ് സെറ്റ് ചെയ്തിട്ട് നമ്മൾ ആക്സെപ്റ്റൻസ്, നമ്മുടെ ഏറ്റവും വലിയൊരു മൂല്യമുള്ളൊരു വാക്കാണ് ആക്സെപ്റ്റൻസ്. അത് നമ്മൾ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ നമ്മൾ കീപ്പ് ചെയ്യേണ്ട സംഗതിയാണ്. എന്തിനും ഏതിനും അതിനനുസരിച്ച് നമ്മളെ അക്സെപ്റ്റ് ചെയ്യുക, അംഗീകരിക്കുക. നമ്മളുടെ ഉള്ളിലുള്ള ആളെ നമ്മൾ ആദ്യം അംഗീകരിച്ചാലുള്ളൂ എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് മുന്നിലുള്ള വസ്തുക്കളെയും മുന്നിലുള്ള ആളുകളെയും നമുക്ക് ആ ഒരു പല സംഗതികളും നമ്മൾ മുന്നിൽ വരുന്നതൊക്കെ നമുക്ക് അംഗീകരിക്കാൻ പറ്റും അല്ലെ? നമ്മളെ മൈൻഡിൽ ഉണ്ടാവുന്ന ചിന്താഗതികൾ, വ്യത്യസ്തമായ ഒരു ചിന്താഗതികൾ നമുക്ക് വരുന്ന ആ ഒരു പോസിറ്റീവ് ആയാലും നെഗറ്റീവ് ആയാലും, ഇപ്പൊ കൂടുതൽ വരുന്ന നമുക്ക് അംഗീകരിക്കാൻ പറ്റാത്ത സംഗതി എന്താണ്? നെഗറ്റീവായ ചിന്തകളാണ്, നെഗറ്റീവായ സംഭവങ്ങൾ, നെഗറ്റീവായ കാര്യങ്ങളാണ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, നമുക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല അല്ലെ? അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? നമ്മള് ഏതൊരവസ്ഥയിലും, ഏതൊരു പ്രതിസന്ധി ഘട്ടത്തിലാണെങ്കിലും, ഏതൊരു സംഗതിയാണെങ്കിലും നമ്മൾ ധൈര്യപൂർവ്വം അതിനെ അംഗീകരിച്ച് തുടങ്ങുക എന്നുള്ളതാണ്. അംഗീകരിക്കുക, നമ്മൾ അക്സെപ്റ്റ് ചെയ്യുക. നമ്മളെ സ്വയം ഐ അക്സെപ്റ്റ് മൈസെൽഫ്, നമ്മൾ പലപ്പോഴും കേട്ടത് നമ്മൾ ഐ അക്സെപ്റ്റ് മൈസെൽഫ് അല്ലെ? ഐ ലവ് മൈസെൽഫ്, ഐ അക്സെപ്റ്റ് മൈസെൽഫ്. ഞാൻ എന്നെ അംഗീകരിക്കുന്നു. നമ്മൾ എന്തൊരു അവസ്ഥ, രോഗം വന്നാലും ഈ ഒരു അവസ്ഥ ഉണ്ടെങ്കിലും ഞാൻ എന്നെ അംഗീകരിക്കുന്നു, ഇറ്റ്സ് ഓക്കെ അല്ലെ? നമ്മൾ ഈ ഇറ്റ്സ് ഓക്കെ, അതുപോലെ അക്സെപ്റ്റൻസ് വലിയൊരു മൂല്യമുള്ളതാണ്. നമ്മൾ എപ്പോഴും അതാണ് മനസ്സിലാക്കേണ്ടത്. അപ്പോ ജീവിതത്തിൽ എപ്പോഴും നമ്മൾ കൊണ്ടുനടത്തേണ്ട ഒരു സംഗതിയാണ് അക്സെപ്റ്റൻസ് അല്ലെ? ഏതൊരു ഘട്ടത്തിലെയും ഏതൊരു സംഗതിയെയും നമ്മൾ ആ ഒരു നല്ലൊരു വശമായാലും അത് മോശമായ വശമായാലും നമ്മളെ ഒരിക്കലും അത് ബാഡ്, അത് ഗുഡ്, ആ പറഞ്ഞതിൽ അത് അങ്ങോട്ടും കൂടെ തരംതിരിക്കുമ്പോഴാണ് നമുക്ക് എന്ത് ചെയ്യാം, നമുക്കതിനെ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്തത്. നമ്മളെ മുന്നിൽ കാണുന്നതൊക്കെ നല്ലത്, ഈ സംഭവിച്ചതൊക്കെ നല്ലത് എന്ന ഒരു ചിന്താഗതി, എന്ന ഒരു മൈൻഡ് സെറ്റ് നമ്മളെ മനസ്സിൽ ഉണ്ടെങ്കിൽ ശരിക്കും നമുക്ക് ആ അക്സെപ്റ്റൻസ് ശരിക്കും നമുക്ക് കീപ്പ് ചെയ്യാൻ പറ്റും അല്ലെ? എന്തിനു നമുക്ക് അക്സെപ്റ്റ് ചെയ്താലേ ഉള്ളൂ. ഇപ്പോ ഇതിൽ വരുന്ന ലോ ഓഫ് അട്രാക്ഷൻ, അതുപോലെ മാനിഫെസ്റ്റേഷൻ. ലോ ഓഫ് അട്രാക്ഷൻ എന്താണ്? നമ്മളിലേക്ക് നമ്മൾ ആഗ്രഹിക്കുന്നത്, നമ്മൾ എന്താണോ ചിന്തിക്കുന്നത് നമ്മളിലേക്ക് അടുത്ത് വരിക എന്നുള്ള ലോ ഓഫ് അട്രാക്ഷൻ അല്ലെ? നമ്മളെ കയ്യിലേക്ക് വരിക. അപ്പൊ അതൊക്കെ എങ്ങനെ? നമ്മൾ ഈ ഒരു ഘട്ടത്തിൽ ആ ഒരു സംഗതി എന്താണോ നമ്മൾ ആലോചിക്കുന്നത്, എന്താണോ നമുക്ക് ആഗ്രഹമുള്ളത് നമ്മളിലേക്ക് വരുന്നത്, ആ ഒരു സംഗതിയെ, അതിനുണ്ടായ ഒരു ഇൻസിഡന്റിന്, അതിനുണ്ടായ ഒരു കാരണക്കാരെ, എന്താണ് അവിടെ സംഭവിച്ചത്? ചിലപ്പോൾ നമുക്ക് നെഗറ്റീവായ ഇമോഷൻ, അവിടെ വല്ല വെറുപ്പോ ദേഷ്യമോ ആരോടെ എന്തെങ്കിലുമൊക്കെ സംഭവിച്ചിട്ടുണ്ടാവും അല്ലെ? ആ ഒരു സിറ്റുവേഷനെ നമ്മൾ അക്സെപ്റ്റ് ചെയ്താലുള്ളൂ. അതിലെന്തെങ്കിലും ആ ഒരു മാറ്ററിൽ ഇപ്പൊ നമുക്ക് എന്തെങ്കിലും കാര്യം നേടാനുണ്ട്,
ആ ഒരു കാര്യം നേടലിൽ എന്തെങ്കിലും പെശക് പറ്റിയിട്ടുണ്ടാവാം, അതിന് അനുബന്ധിച്ച് ആരോടെ എന്തെങ്കിലും മിസ്റ്റേക്ക് പറ്റിയിട്ടുണ്ടാവാം. ആ ഒരു സംഗതിയെ നമ്മൾ അംഗീകരിക്കാത്ത പക്ഷം അതിനെ നമ്മൾ ഇറ്റ്സ് ഓക്കെ, അതിനെ അക്സെപ്റ്റ് ചെയ്യാത്ത പക്ഷം ഒരിക്കലും നമ്മളിലേക്ക് ആ ഒരു സംഗതി എത്തിച്ചേരില്ല എന്നുള്ളതാണ്. അല്ലെ? അതാണ് അക്സെപ്റ്റൻസിന്റെ വലിയൊരു മൂല്യം. നമ്മൾ എന്തിനേയും ഏതിനെയും ഏതൊരു സിറ്റുവേഷനെയും നമ്മൾ അംഗീകരിക്കുക എന്നുള്ളതാണ്. എത്ര വലിയ സംഗതിയാണെങ്കിലും ഞാൻ അതിനെ അംഗീകരിച്ചു തുടങ്ങി, ഞാൻ അംഗീകരിച്ചു, ഞാൻ എന്നെ അംഗീകരിക്കുന്നു, ഈ ഒരു അവസ്ഥയെ ഞാൻ അംഗീകരിക്കുന്നു എന്ന് പറയുമ്പോൾ ഇപ്പൊ എന്തും തരുന്നത് നമ്മൾ സർവശക്തൻ, നമുക്ക് എന്തും റബ്ബിന്റെ അവിടെ നിന്നുള്ള പല വിധികളും പല സംഗതികളും, ഇപ്പൊ അപകടങ്ങളാണെങ്കിലും ശരി, എന്തെങ്കിലും നമുക്ക് നേടി നമ്മൾ മനസ്സിലാക്കുന്നത്, നമ്മൾ നമ്മളെ തന്നെ കുറ്റപ്പെടുത്തും. എന്താണ് എനിക്കിങ്ങനെ സംഭവിച്ചത്, എന്തുകൊണ്ടാണ് അതെങ്ങനെ എനിക്ക് വന്നത്, എനിക്കിങ്ങനെ വരാൻ പറ്റില്ലല്ലോ, ഇങ്ങനെ വരാൻ കഴിയില്ല, ഞാൻ അങ്ങനെ ചെയ്യുന്ന ആളല്ല എന്നൊക്കെ ഉള്ള ചിന്താഗതി നമ്മളെ മനസ്സിലെ ഉള്ളിന്റെ ഉള്ളിൽ തന്നെ ഒരു ഇത് സംഭവിക്കും, അല്ലെ? അപ്പോ ഈ അക്സെപ്റ്റൻസിനെ തുരത്തുന്ന ഒരു റെസിസ്റ്റൻസ് ആണ് അവിടെ. റെസിസ്റ്റൻസ് എന്താണ്? അതിനെ നമ്മൾ ഇല്ലാതാക്കാനുള്ള അതിനെ പോരാടുകയാണ് ചെയ്യുന്നത്. ഈ അക്സെപ്റ്റൻസിനെ നമ്മൾ ഉള്ളിൻ്റെ ഉള്ളിൽ ഒരുക്കം, നമ്മൾ ഉള്ളിനുള്ളിൽ തന്നെ അത് സ്വയം ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്. നമുക്ക് അംഗീകരിക്കാനാവാതെ, അതിനെ ഞാൻ അംഗീകരിക്കാനാവാതെ എനിക്ക് എൻ്റെ ഉള്ളിൽ തന്നെ ഉരുകിക്കൊണ്ടിരിക്കുകയാണ്. ആ ഉള്ളിലുള്ള ഒരുക്കം, ആ ഉള്ളിലുള്ള ഒരു ഇതാണ്, അത് കോൺട്രാക്ഷൻ, അത് സംഭവിക്കും. അപ്പോഴാണ് നമുക്ക് എന്ത് ചെയ്യും, ഒന്നിനൊന്നും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്തൊരവസ്ഥ വരിക. ആ ഒരു അവസ്ഥയിൽ അല്ലേ? അപ്പോ അങ്ങനെ ഒരു അവസ്ഥ വരുമ്പോഴാണ് നമുക്ക് അസ്വസ്ഥതകൾ വരുന്നത്. ഒന്നിനെയും നമുക്ക് ഈ പറഞ്ഞ കാര്യങ്ങളൊന്നും നമ്മളിലേക്ക് എത്തൂല, നമുക്ക് പോസിറ്റീവായിട്ട് ഇരിക്കാൻ പറ്റില്ല. ഈ നമ്മൾ അംഗീകരിക്കുക, നമ്മൾ ആദ്യം സ്വയം അംഗീകരിക്കുക, മറ്റുള്ളവരെ അംഗീകരിക്കുക. നമ്മൾ പറയില്ലേ, ഇപ്പൊ കഴിഞ്ഞ അന്ന് ഇങ്ങനെ ചെയ്യാമായിരുന്നു, നമ്മൾ പണ്ട് അത് അങ്ങനെ ചെയ്യാമായിരുന്നു, അങ്ങനെ ഞാൻ അവരോട് അത് പറഞ്ഞത് തെറ്റിപ്പോയി, അല്ലെ? ഇങ്ങനെയൊക്കെ നമ്മൾ പറയും. നമ്മൾ നമ്മളോട് തന്നെ സ്വയം ചോദിച്ചുകൊണ്ടിരിക്കും, നമ്മൾ നമ്മളെ തന്നെ സ്വയം കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കും, അല്ലെ? അത് അന്ന് അങ്ങനെ ചെയ്യാമാതിരുന്നു, ഇത് ഇങ്ങനെ ഏതൊരവസ്ഥയാണ് നമ്മളൊന്ന് മനസ്സിലാക്കേണ്ടത് വെച്ചാല്, ഇപ്പോ നമുക്കൊരു കാര്യം നേടാനുണ്ടായിരുന്നു, അത് എന്റെ ആ ഒരു ഫ്രണ്ടിന്റെ തകരാറും മൂലമാണ്, അവരുടെ കയ്യബദ്ധം കാരണമാണ്, അത് അവരുടെ ഒരു വാക്കുകൊണ്ടാണ് അത് നഷ്ടപ്പെട്ടു പോയത്, അല്ലെങ്കിൽ ഇങ്ങനൊന്നും വരില്ലായിരുന്നു എന്നൊരു എപ്പോഴും നമ്മൾ എങ്ങനെ പറയുന്നുണ്ട് പല അവസ്ഥയിലും. ഞാൻ ഉദാഹരണം, ഏതൊരു സംഗതി എടുത്തു നോക്കിയാലും നമ്മൾ അപ്പോഴും അതിലൊരു കുറ്റം കണ്ടെത്തും, അല്ലെ? അതിനോടനുബന്ധിച്ച ഒരാളെ പറ്റിയിട്ടോ അല്ലെങ്കിൽ നമ്മളെ തന്നെ അത് ഒരിക്കലും ശരിയായില്ല, അങ്ങനെ അല്ലായിരുന്നു വേണ്ടത്, എന്നാൽ അങ്ങനെ ആയി, ആ ഒരു അവസ്ഥ അങ്ങനെ ആയി. അപ്പൊ നമ്മൾ എന്താ പറയണ്ടത്? അവനെ അംഗീകരിക്കുക. ആ ഒരു അവസ്ഥയെ നമ്മൾ എന്ത് ചെയ്യണം? അംഗീകരിക്കുക. അങ്ങനെ ആ ഒരു അവസ്ഥയെ നമ്മൾ മൈൻഡ് സെറ്റ് ചെയ്ത് അങ്ങനെ ഒരു അംഗീകരിച്ച് ആ ഒരു മൈൻഡ് സെറ്റ് ആയി കഴിഞ്ഞാൽ എന്താവും? ഈ മാനിഫെസ്റ്റേഷനും ഈ പറഞ്ഞ ലോ ഓഫ് അട്രാക്ഷനും ഒക്കെ നമ്മളിലേക്ക് സുഖസുന്ദരമായി അത്രയും നമ്മളിലേക്ക് അടുത്ത് വരും. നമ്മൾ എന്താണോ ആഗ്രഹിക്കുന്നത് ഇതാണ്. നമ്മൾ ഏതൊരു നിമിഷത്തെയും നമ്മൾ എന്തെങ്കിലും ഒരു സംഗതികളിലേക്ക് പോകുന്ന സമയത്ത് എന്തെങ്കിലും ഇൻസിഡന്റ് സംഭവിച്ചു, നമ്മൾ മനസ്സിലാക്കുക, ഇന്ന് നമ്മളൊക്കെ ഫാമിലിയില് ഭാര്യ നമുക്ക് ഒരു പങ്കാളിയെ നമുക്ക് ചിലർ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്ത അവസ്ഥകളുണ്ട്, അല്ലെ? സ്വന്തം പങ്കാളിയെ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല, എന്തെങ്കിലും അവരൊരു കുറ്റം കണ്ടുപിടിച്ചിട്ട്, അല്ല അവരുടെ നമുക്ക് പറ്റുന്നില്ല, മനസ്സിന് ഇണങ്ങുന്നില്ല, ആ ഒരു നമുക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്തൊരവസ്ഥ, അല്ലെ? പിന്നെ നമ്മള് ചില മക്കളോട് മക്കളുടെ ചില കാര്യങ്ങളൊക്കെ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല. മക്കള് സ്കൂളിൽ നിന്ന് വൈകിട്ട് വീട്ടിലേക്ക് വരുമ്പോൾ അവരെ ശകാരിച്ച് ആ ഒരു രീതി നമുക്ക് അക്സെപ്റ്റ് ചെയ്യാൻ കഴിയുന്നില്ല, അംഗീകരിക്കാൻ കഴിയുന്നില്ല. അതുപോലെ നമ്മളൊന്ന് പുറത്തേക്കൊന്ന് പോയി ആ വഴി യാത്രയിൽ നമ്മൾ കാർ ഓടിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് നമുക്ക് ആ ഒരു എന്തെങ്കിലും ബ്രേക്ക് ഡൗൺ ആയി, എന്തെങ്കിലും പ്രശ്നം, വണ്ടിക്ക് തകരാറ് സംഭവിച്ചു, എന്തെങ്കിലും സംഭവിച്ചു, അപ്പോഴും നമ്മൾ ആ ഒരു അവസ്ഥയെ നമ്മൾ നമ്മളെ തന്നെ കുറ്റപ്പെടുത്തും. അതിന് ഭയങ്കര മനസ്സിൽ ഇമോഷണൽ വരും, അല്ലെ? ആ സമയത്ത് ഭയങ്കര പേടി, ഭയം എല്ലാം മനസ്സിൽ, നമ്മൾ എന്താണ് ഇതിന് കാരണം, അങ്ങനെ ഇങ്ങനെ പലതരം തോന്നലും ചിന്താഗതിയും നമ്മളെ മനസ്സിൽ ഇങ്ങനെ വരും. അപ്പൊ ആ ഒരു അവസ്ഥയെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? അംഗീകരിക്കാൻ പറ്റില്ല ആ സമയത്ത്. അതാണ് നമ്മൾ ഏതൊരവസ്ഥയെയും, യാത്രയായാലും ശരി, യാത്രയിൽ എന്തെങ്കിലും അപകടങ്ങൾ സംഭവിക്കുമ്പോഴും, നമ്മൾ ഉദ്ദേശിച്ച ജോലിക്ക് പോകുമ്പോൾ ആ ഒരു ഇന്റർവ്യൂവിന് പോയത് ശരിയായില്ല, അല്ല അവിടെ അവര് നമ്മളോട് ഇന്ററാക്ട് ചെയ്ത് ശരിയായില്ല, നമ്മളെ ആ ജോലി കിട്ടേണ്ടതായിരുന്നു, അല്ലെ?
ആ ജോലി എനിക്ക് കിട്ടേണ്ടതായിരുന്നു, പക്ഷെ കിട്ടിയില്ല, അത് അവിടെയുള്ള ഒരു റീസൺ കൊണ്ടാണ് എന്ന് നമ്മൾ പലപ്പോഴും പറയാറുണ്ട്. അങ്ങനെ പല സംഗതികളും അതാണ്. അപ്പൊ നമ്മൾ ആ ഒരു അവസ്ഥയെ എന്താണോ ആ അവസ്ഥയെ നമ്മൾ അംഗീകരിക്കുക. അത് അങ്ങനെ തന്നെയാണ്, അത് അങ്ങനെ വരേണ്ടതാണ്, അത് അങ്ങനെ തന്നെ അതിനെ അംഗീകരിക്കുക. അതാണ് അക്സെപ്റ്റൻസ്. എന്ന് പറഞ്ഞാൽ അതാണ്. നമ്മൾ എന്തൊരു അവസ്ഥയെയും മനസ്സിലേക്ക് വരുമ്പം അതിനെ നമ്മളെ സ്വയം ചോദ്യം ചെയ്യാതെയും അതിനെതിരെ നമ്മൾ പ്രതിഷേധങ്ങൾ ഉയർത്താതെയും ഉണ്ടാവുന്ന ഒരു വികാരമാണ്, ഉണ്ടാവുന്ന ഒരു സംഗതിയാണ് എന്താണ് അക്സെപ്റ്റൻസ്, അല്ലെ? അതിനാണ് പറയുന്നത് നമ്മൾ അക്സെപ്റ്റൻസ് പറയുന്നത്. എന്തൊരു സംഗതി നമ്മൾ മനസ്സിലേക്ക് വരുമ്പോൾ അത് നമ്മൾ അംഗീകരിക്കുക, ശ്രമിക്കുക. ഇപ്പോ പെട്ടെന്ന് നമ്മൾ ഇരിക്കുമ്പം എന്തെങ്കിലും വാർത്ത കേട്ടു, നമുക്ക് കേൾക്കാൻ പറ്റാത്ത വല്ല വാർത്തകൾ കേട്ടു, അപ്പോഴും നമ്മൾ എന്ത് ചെയ്യുക? നമ്മൾ അറ്റാച്ച്മെന്റിലാതെ ഡിറ്റാച്ച്മെന്റിലേക്ക് പോയി നമ്മൾ അതിനെ അക്സെപ്റ്റ് ചെയ്യുക, അംഗീകരിക്കുക. ഇതാണ് അവസ്ഥ, ഇതിനെ ഞാൻ അംഗീകരിച്ചേ പറ്റൂ എന്നൊരു മൈൻഡ് സെറ്റാണ് നമ്മൾ എല്ലാവരും ഉണ്ടാക്കിയെടുക്കേണ്ടത്. അക്സെപ്റ്റൻസ്. ഞാൻ ഇത് സംബന്ധിച്ചൊരു കഥ പറയാം. കഥ എന്ന് പറഞ്ഞാൽ ഉള്ള സംഗതി ഞാൻ വായിച്ചതാണ്. അതായത് പണ്ട് ശംഖു എന്ന് പറഞ്ഞ ഒരാള് കുറെ കാലം മുമ്പേ ഒരു നാട്ടില് ജീവിച്ചിരുന്ന ഒരു കൃഷിക്കാരനായിരുന്ന ആൾ. അദ്ദേഹം വളരെ പാവപ്പെട്ട ഒരാളായിരുന്നു. അദ്ദേഹത്തിന് ഒരു കൃഷിക്കാരനായിട്ട് ലളിതമായ ജീവിതം ജീവിച്ചിരുന്ന ആളാണ്. അപ്പൊ ആ നാട്ടില് അയാൾക്കൊരു മാസ്റ്റർ ഉണ്ടായിരുന്നു, ഒരു ഗുരു. എന്ത് സംഗതി ഉണ്ടെങ്കിലും അയാളോട് പോയി ചോദിക്കും. എന്ത് സംശയം വന്നാലും അയാൾക്ക് എന്തൊരു ജീവിതത്തിൽ ചെറിയ കാര്യങ്ങൾ സംഭവിക്കുമ്പോഴും അയാളോട് പോയിട്ട്, ആ ഒരു ഗുരുനാഥനാണ് അവിടെ ആ ഒരു നാട്ടിൽ എല്ലാവരുടെയും ദൈവതുല്യനായ ഒരു ഗുരുവാണ് അയാൾ. എല്ലാവരുടെ മുമ്പിൽ ഒരു ഗുരുവാണ് ഗുരുനാഥൻ. അപ്പൊ ഇയാളോട് ഒരു ദിവസം ഇയാളെ ഇയാൾക്കൊരു സ്വന്തം കാളയുണ്ട്. ഈ കാള കൊണ്ടാണ് ഇയാൾ ജീവിതം കൃഷിയിൽ ഈ പാടത്തും പറമ്പിലും അതിനെ ഉപയോഗിച്ചിട്ട് അങ്ങനെയാണ് അയാൾ ജീവിക്കുന്നത്. അപ്പോ ഒരു സമയത്ത് അയാൾ കണ്ട കാഴ്ച, ആ കാള അയാളെ പെട്ടെന്ന് ചത്തു കിടക്കുന്ന കണ്ട് മരിച്ചു കിടക്കുന്നത്, അങ്ങനെ പെട്ടെന്ന് അത് ജീർണിച്ച് കിടക്കുന്ന ഒരു രംഗാണ് കണ്ടത്. ഒരു ദിവസം രാവിലെ എന്നിട്ട് പാക വയ്യാത്തൊരവസ്ഥ, അങ്ങനെ കാള മരണപ്പെട്ടു പോയി. അപ്പോ ഇത് കണ്ടപ്പോ വല്ലാതെ മനസ്സ് വെമ്പലപ്പായി. അപ്പൊ സ്വയം എന്താണ് ദൈവം, കാരണം അത്ര നല്ലൊരു മനുഷ്യനാണ്, ഞാൻ എന്തങ്ങനെ ആരോടും ഒന്നും ചെയ്യാത്ത ഒരാളാണോ, ഒരു പാപിയല്ലല്ലോ, ഞാൻ എന്തങ്ങനെ ആയി എന്നൊക്കെ പറഞ്ഞിട്ട് ഇയാള് ഈ ഗുരുനാഥനെ പോയി സമീപിച്ചു. ഈ ഗുരുനാഥന്റെ അടുത്ത് പോയിട്ട് സമീപിച്ചു. അയാളോട് പറഞ്ഞു, കാരണം എന്ത് കാര്യം അയാളോടാണ് സംശയം ചോദിക്കാറ്, എന്ത് കാര്യം അയാളോട് ഷെയർ ചെയ്യും. ഇയാളൊരു മാസ്റ്റർ, ഇയാളൊരു ഗുരുനാഥൻ, എന്ത് കാര്യങ്ങളും ചോദിക്കാൻ, നല്ല വാക്ക് കേൾക്കാൻ വേണ്ടി അയാളോട് പോയി ചോദിക്കും. അങ്ങനെ ഈ കാര്യം അയാളോട് പറഞ്ഞു. അപ്പോള് ഇയാള് പറഞ്ഞത്, അപ്പോൾ ഈ പറഞ്ഞ ശംഖു ഇയാളോട് പറഞ്ഞ്, എന്താണ് എനിക്ക് ഇങ്ങനെ വരുന്നത് മാസ്റ്റർ, കാരണം ഞാൻ ഒന്നിനും ഒരു പാപം ചെയ്യാത്തതും നല്ല രീതിയിൽ എനിക്ക് ആകെ ഒരു ഉപജീവന മാർഗമുള്ളൂ, അതും ദൈവം എന്നിൽ നിന്ന് കൊണ്ടുപോയി, ഇനി ഞാൻ എന്ത് ചെയ്യും? അങ്ങനെ ഒരു ചിന്താഗതി വന്നു. അപ്പോഴും ഇയാള് പറഞ്ഞത് അതിന്റെ ഉത്തരം, അങ്ങനെ ആയിരിക്കാം, ചിലപ്പോ അങ്ങനെ ആയിരിക്കില്ല. ഈ രണ്ട് ഉത്തരമാണ് പറഞ്ഞത്. ഈ രണ്ട് ഉത്തരം മാത്രമേ ഇയാൾ പറയുന്നുള്ളൂ. തിരിച്ച് ഇയാൾ വീണ്ടും വന്നു. അങ്ങനെ വന്ന് പിറ്റേ ദിവസം രാവിലെ ഇയാളെ വീട്ടില് ഒരു വെള്ള കുതിര വന്ന് ഇങ്ങനെ ഇരിക്കുക, ഇങ്ങനെ അവിടെ നിൽക്കുകയാണ്. അപ്പൊ അയാൾ ആകെ സന്തോഷിച്ചു. ആ വെള്ള കുതിരനെ കണ്ടിട്ട് സന്തോഷിച്ചു. ആ വെള്ള കുതിര ഉണ്ട്. അതിന് ഈ ഒരു വാർത്ത ഈ ഗുരുനാഥന്റെ അടുത്ത് പോയിട്ട് ഇയാൾ പറയാണ്, ഇങ്ങനെ ഉണ്ടായി, എനിക്കൊരു കാളനെ നഷ്ടപ്പെട്ടപ്പോഴും എനിക്ക് കിട്ടിയ ഒരു വെള്ള കുതിരയാണ് എന്റെ മുറ്റത്ത് വന്നിരിക്കാൻ നിൽക്കുകയാണ്. അപ്പൊ അതിനെ കെട്ടിയിട്ടു നല്ല രീതിയിൽ. അപ്പൊ അതിനെങ്ങനെ സന്തോഷിച്ചിട്ട് അതിന് പുറത്തു പോകാനും നല്ലൊരു കാളേക്കാളും നല്ലൊരു ഇതായി എനിക്ക് ദൈവം തന്നത് നല്ലൊരു ഇതാണ്. അപ്പൊ മനസ്സ് മാറി പോകുന്നുണ്ട്, മനസ്സിലായില്ലേ? അപ്പൊ ഇയാള് പറഞ്ഞു, അപ്പോഴും പറഞ്ഞു, അത് അങ്ങനെ തന്നെ ആവാം, അല്ലെങ്കിൽ അങ്ങനെ തന്നെ ആവാതിരിക്കാം. ഈ രണ്ട് ഉത്തരം അപ്പോഴും ഇയാൾ പറയുന്നത് ഈ ഗുരുനാഥന്റെ അടുത്ത് പോയപ്പോ, ഈ സന്തോഷം പങ്കുവച്ചപ്പോ. പിന്നെ പിറ്റേ ദിവസം വന്നപ്പോ ഈ കുതിര എന്ത് ചെയ്തു? കുതിര ഇയാളെ കര പൊട്ടിച്ചിട്ട് പോയി. ഇയാളെ പോയിട്ട് ക്ഷമ കെട്ടു. ക്ഷമ ആകെ നശിച്ചുപോയി. അയാള് പറഞ്ഞ്, ഇതെന്താ വീണ്ടും ഇങ്ങനെ എനിക്ക് സംഭവിച്ചു, എനിക്കെന്തത് ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നത്? അങ്ങനെ അയാൾ ആകെ ഒരു പരിഭ്രാന്തനായി വീണ്ടും ഈ ഗുരുനാഥന്റെ അടുത്ത് വന്ന് ഇങ്ങനെ സമീപിച്ചു. ഗുരുനാഥൻ പറഞ്ഞു, ഇങ്ങനെ തന്നെ ആവാം, അല്ലെങ്കിൽ സംഭവിക്കുന്നത് ഇങ്ങനെ തന്നെയാണ്.
ചിലപ്പോൾ അല്ലായിരിക്കാം. ഇങ്ങനെയുള്ള വീണ്ടും ഉത്തരം തന്നെ ഇയാൾ പറയുന്നത്. വീണ്ടും തിരിച്ചു വന്നു. അപ്പോഴാണ് ഈ കുതിര 2-3 കുതിരയായിട്ട് തിരിച്ചു വന്നത് വീട്ടിൽ. അപ്പൊ ഇത് കണ്ടപ്പോ വീണ്ടും സന്തോഷിച്ചു. അപ്പൊ 4 കുതിരകളായി. 4 കുതിരകളായി. അപ്പോ ഇയാൾക്ക് ചെറിയൊരു മകനുണ്ട്, ചെറുപ്പക്കാരനായ ഒരു മകനുണ്ട്. അപ്പൊ ആ മകൻ ഇവരോട് ഈ സന്തോഷ വാർത്തയെ ഗുരുനാഥനോട് പോയിട്ട് വീണ്ടും പറഞ്ഞു, ഇങ്ങനെ എനിക്ക് ഈ ഒരു കുതിര നഷ്ടപ്പെട്ടു പോയപ്പം ഞാൻ വളരെ സങ്കടപ്പെട്ടു. അപ്പോഴും പിറ്റേ ദിവസം എനിക്ക് വീണ്ടും സന്തോഷം വന്നു. ആ കുതിരനെ വീണ്ടും 3 കുതിരനെ വീണ്ടും കിട്ടി എന്നുള്ള രീതി പറഞ്ഞു. പിന്നെ ആ സമയത്താണ് ഈ മോൻ പറഞ്ഞത്, എനിക്ക് അച്ഛാ ആ ഒരു കുതിരനെ എനിക്ക് വേണം, എനിക്ക് ഏതെങ്കിലും കുതിരപ്പുറത്ത് സവാരി എനിക്ക് ഇത് തുടങ്ങണം, എനിക്ക് അഭ്യസിക്കണം, എനിക്ക് അതിന്മേ പോണം എന്ന് പറഞ്ഞു. അപ്പോ ഈ ശംഖു പറഞ്ഞു, അച്ഛൻ പറഞ്ഞു, നിനക്ക് വേണമെന്നുണ്ടെങ്കിൽ ഈ ഒരു വെള്ളക്കുതിര, അത് കുറച്ച് ഫാസ്റ്റ് ആയിട്ട് പോകുന്ന കുതിരയാണ്, നീ ഇതിനെടുത്തോ എന്ന് പറഞ്ഞിട്ട് ഈ കുതിര പുറത്താവാൻ പോവാണ് മകൻ. ആ പോകുന്ന സമയത്ത് എന്ത് ചെയ്തു, ആക്സിഡന്റ് ആയി, കയ്യും കാലും കൊണ്ട് മുറിഞ്ഞു, ആകെ പ്രശ്നത്തിലായി. ആ സമയത്ത് ഭയങ്കര സങ്കടപ്പെട്ടു. ഇയാള് വീണ്ടും നേരെ താഴോട്ട് വീണ്ടും ഇത്രയും സന്തോഷവും കാര്യങ്ങളും കിട്ടി, വീണ്ടും ഇങ്ങനെ സംഭവിച്ചപ്പോ വീണ്ടും ഇയാള് വളരെ സങ്കടത്തിലായി. ഒരു കുതിരപ്പുറത്ത് ഇയാളെ മകൻ പോയപ്പോ അങ്ങനെ സംഭവിച്ചു, അപകടം സംഭവിച്ചു, കയ്യും കാലും പൊട്ടി, ആ ഒരു മകനുള്ളൂ. അപ്പൊ ഇയാള് വീണ്ടും പോയി സങ്കടം പറഞ്ഞു. അപ്പോഴും ഇയാള് തന്നെ ഈ പറയും, അങ്ങനെ ആവാം, അങ്ങനെ ആവാതിരിക്കും. ഇങ്ങനെയുള്ള സംഭവങ്ങളാണ് ഇയാൾ പറയുന്നത്, വീണ്ടും ഈ ഗുരുനാഥൻ. അപ്പോ ഇതിന്റെ രഹസ്യം, ഇയാള് അങ്ങനെ ആ സമയത്ത് ആ ഒരു നാട്ടിലെ രാജാവ് പെട്ടെന്ന് യുദ്ധം പ്രഖ്യാപിച്ചു. അയൽ രാജ്യമായിട്ട് ഒരു യുദ്ധം ഉണ്ടായി, പെട്ടെന്ന് യുദ്ധം. അപ്പോ അതിനേക്കാൾ കുറച്ച് പവർ കുറഞ്ഞ ആളാണ് ഈ രാജാവിന്റെ രാജ്യം, ഒന്നിനും പറ്റില്ല. അപ്പോ രാജാവ് പറഞ്ഞു, എന്റെ രാജ്യത്തെ നാട്ടിലെ കുറച്ച് നല്ല ചെറുപ്പക്കാര് യുദ്ധത്തിന് പുറപ്പെടണം, യുദ്ധത്തിന് വരണം എന്ന് പറഞ്ഞു. അപ്പോഴാണ് എല്ലാ ചെറുപ്പക്കാരും, വീട്ടിൽ നിന്ന് എല്ലാ ചെറുപ്പക്കാരും വരണമെന്ന് പറഞ്ഞു. അപ്പോഴാണ് ഇയാൾ ഓർത്തത്, ഇയാളെ മകന് വരാൻ പറ്റിയില്ല. ആ യുദ്ധത്തില് ഈ നാട്ടുകാരിലെ എല്ലാ മക്കളും, എല്ലാ ചെറുപ്പക്കാരുടെ മക്കളും അന്ന് മരിച്ചുപോയി, യുദ്ധത്തിൽ മരണപ്പെട്ടു പോയി. യുദ്ധം തോറ്റു, യുദ്ധം പരാജയപ്പെട്ടു. അതിൽപ്പെട്ട ഈ ചെറുപ്പക്കാരെ മക്കളും മരണപ്പെട്ടു. ഇയാളെ മകൻ മാത്രം രക്ഷപ്പെട്ടു. അതിൽ നിന്ന് എന്താ നമ്മൾ മനസ്സിലാക്കേണ്ടത്? അപ്പോഴും ഇയാള് ഗുരുനാഥനെ സമീപിച്ചു. ഞാന് എത്ര നന്മ ചെയ്തവനാ, ദൈവം എനിക്ക് ഇങ്ങനെയൊക്കെ ഇത് തന്നിട്ടും എനിക്ക് ഇങ്ങനൊരു, എന്റെ മകൻ ഇപ്പൊ കയ്യും കാലും നല്ല ശേഷി ഉണ്ടായിരുന്നെങ്കിൽ രാജാവ് എന്റെ മകനെ വിളിച്ചു കൊണ്ടുപോകായിരുന്നു, എന്റെ മോൻ എന്നേക്കുമായി നഷ്ടപ്പെടുമായിരുന്നു എന്നൊരു കാര്യം പറഞ്ഞു. ചിന്തിച്ചു നോക്കി നിങ്ങള്. അപ്പൊ അപ്പൊ അതിന്ന് മനസ്സിലാക്കേണ്ട വെച്ചാല്, എന്ത് സംഭവിക്കുന്നതും നമ്മള് പടച്ച റബ്ബിൽ നിന്ന് എന്ത് സംഭവിക്കുന്നതും നല്ലതിനാണ് എന്നുള്ളതാണ്. നമുക്ക് എന്തെങ്കിലും അപകടങ്ങളോ എന്തെങ്കിലും മോശമായ എന്തെങ്കിലും ഒരു ദിവസം നമുക്ക് തരികയാണെങ്കിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താ, അതിൽ നല്ലൊരു വശം അപ്പുറം ഉണ്ട്, ഇനി വരാനുണ്ട്, എനിക്ക് നല്ലത് ഇതിന് അപ്പുറം വരാനുണ്ട്, ഇതൊക്കെ സംഭവിക്കുന്നത് എനിക്ക് നല്ലതിനാണ് എന്നൊരു മൈൻഡ് സെറ്റാണ് നമുക്ക് വേണ്ടത്, അല്ലെ? ഞാൻ അതിനൊരു ഷോർട്ട് സ്റ്റോറി ഞങ്ങളോട് പറഞ്ഞത്. അപ്പൊ അതാണ് നമ്മള് ഇങ്ങനെയൊക്കെ സംഭവിക്കുമ്പോഴും ഇങ്ങനെയൊക്കെ അതിന്റെ ഇടയിൽ കൂടെ അനുഗ്രഹങ്ങൾ വരുന്നുണ്ട്. ഈ അനുഗ്രഹങ്ങൾ വരുമ്പോഴൊക്കെ നമ്മൾ എന്ത് ചെയ്യും, നമ്മൾ മറന്നു പോവാണ്. നമുക്ക് ഓരോന്ന് അതിന്റെ ഇടയിൽ കൂടെ നമുക്ക് പല അനുഗ്രഹങ്ങളും പല കാര്യങ്ങളും നമുക്ക് ഈ യൂണിവേഴ്സിൽ നിന്ന് കിട്ടുന്നുണ്ട്, റബ്ബ് നമുക്ക് തരുന്നുണ്ട്. പക്ഷെ നമ്മൾ എന്ത് ചെയ്യുന്നു, നമ്മൾ അതൊക്കെ മറന്നു പോവാണ്. അപ്പൊ നമ്മൾ ഇപ്പൊ സംഭവിച്ചതിനെ നമ്മൾ കുറ്റപ്പെടുത്തുകയാണ്. അതിനെ നമ്മൾ എന്ത് ചെയ്യുന്നില്ല, അംഗീകരിക്കാൻ നമ്മളെ കൊണ്ട് കഴിയുന്നില്ല. അംഗീകരിച്ച് തുടങ്ങിയാലുള്ളൂ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ, അല്ലെ? അക്സെപ്റ്റ് എന്തിനും ആക്സെപ്റ്റ് ചെയ്യുക, എന്തിനേയും ഏതിനേയും അക്സെപ്റ്റ് ചെയ്യുക. നമ്മൾ വീണാലും അതിനെ അക്സെപ്റ്റ് ചെയ്യുക. അപ്പൊ നമ്മൾ ചോദിക്കും, നിങ്ങളെങ്ങനെ അപകടപ്പെട്ട്, അതിനൊക്കെ നമ്മളിങ്ങനെ അംഗീകരിക്കുക, അല്ല ഒരാൾ നമ്മളെ പറ്റിച്ചു പോയി അതിന് നമ്മൾ അംഗീകരിക്കുക. അങ്ങനെ ഓരോ കാരണങ്ങളും നമ്മുടെ ഉള്ളിൽ തന്നെ നമുക്ക് ചോദിക്കും, നമ്മളോട് തന്നെ പറയും, നടക്കില്ല, അങ്ങനെ പറ്റില്ല, എനിക്ക് അങ്ങനെ അംഗീകരിച്ചു കൊടുക്കാൻ പറ്റൂല, അല്ലെ? എനിക്ക് അവർക്ക് അംഗീകരിച്ചു കൊടുക്കാൻ പറ്റില്ല എന്നുള്ളൊരു തോന്നലുകളാണ്. പിന്നെ നമ്മൾ പലപ്പോഴും നമുക്ക് വേറെ തോന്നൽ വരും. പല സ്ഥലത്ത് ഇരിക്കും, പല വേദിയിലൊക്കെ പോകുമ്പോൾ ഞാൻ വിചാരിച്ചൊരു അംഗീകാരം എനിക്ക് കിട്ടിയില്ല, ഞാൻ അങ്ങനെ അവർക്ക് ചെയ്തു കൊടുത്തതാണ്, പക്ഷെ എനിക്ക് അങ്ങനെ എന്നെ ഒരു ഫേവർ ചെയ്തില്ല, എന്നെ ഒരു
എനിക്ക് എന്നെ അംഗീകരിക്കുന്നില്ല എന്നൊരു തോന്നല് നമുക്ക് വന്നാൽ അതിന്റെ അർത്ഥം എന്താ? നമ്മൾ നമ്മളെ തന്നെ അംഗീകരിക്കുന്നില്ല എന്നുള്ളതാണ്. ഉള്ളിലുള്ള ആളെ നമ്മൾ അംഗീകരിക്കുന്നില്ല. നമ്മൾ സ്വയം നമ്മളുടെ ഉള്ളിലുള്ള ഒരാളെ അംഗീകരിച്ചാലുള്ളൂ നമുക്ക് മറ്റുള്ള ആളുകളെ, മറ്റുള്ള വസ്തുക്കളെയും ഈ ലോകത്തുള്ള എന്തിനും നമുക്ക് അംഗീകരിക്കാൻ പറ്റുള്ളൂ. അല്ലാത്ത പക്ഷം നമുക്ക് എല്ലാത്തിനെയും നമുക്ക് നമ്മൾ അതിനെ എപ്പോഴും വെറുപ്പായിട്ടാണ് കാണുള്ളൂ. നമുക്ക് ഒന്നിനെ അംഗീകരിക്കാൻ പറ്റില്ല. കാരണം നമ്മൾ നമ്മളുടെ ഉള്ളിലുള്ള ആളെ നമ്മൾ അംഗീകരിക്കുന്നില്ല. സ്വയം അംഗീകരിച്ചാലുള്ളൂ നമുക്ക് മറ്റുള്ളവരെ അംഗീകരിക്കാൻ പറ്റുള്ളൂ. ഏത് വസ്തുക്കളായാലും ശരി, ഏത് മനുഷ്യരായാലും ശരി, സ്വന്തം പങ്കാളിയാണ് ശരി, സ്വന്തം മക്കളാണ് ശരി. അപ്പോ ഏതൊരു സംഭവങ്ങൾ നടന്നാലും അതിനെ നമ്മൾ അംഗീകരിക്കാതെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, മുന്നോട്ട് പോകാൻ പറ്റില്ല. നമ്മൾ ഏത് അവസ്ഥയെയും നമ്മൾ അംഗീകരിച്ച് തുടങ്ങും. എക്സെപ്റ്റൻസ് എന്ന് പറഞ്ഞാൽ ഞാൻ പറയുമ്പോൾ നമ്മൾ ഫോർത്ത് നാലാമത്തെ ഡയമെൻഷനിൽ ഉള്ളതാണ് അത് അക്സെപ്റ്റൻസിന്റെ മൂല്യം. അതായത് അക്സെപ്റ്റൻസ് ആയിരിക്കുന്നത് നമുക്ക് എന്തിനും ഒരു ഹൈലി പോസിറ്റീവ് ആയിട്ട് ഇരിക്കാൻ പറ്റുന്ന ഒരു അവസ്ഥയാണ്, ആ ഒരു സ്റ്റേജ്. പിന്നെ വരുന്നത് ഫിഫ്ത്ത് ഡയമെൻഷൻ. അപ്പോൾ ഈ ഫോർത്ത് ഡയമെൻഷനാണ് അക്സെപ്റ്റൻസ് എന്ന് പറയുന്നത്. നമ്മൾ അക്സെപ്റ്റൻസ് എപ്പോഴും അത് നമ്മൾ കീപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾക്കെല്ലാം നമ്മൾക്ക് ഈ പറഞ്ഞ സെൽഫ് ലവ് ആയിട്ട് ഇരിക്കാൻ പറ്റും. സ്വയം അംഗീകരിച്ചു കഴിഞ്ഞാൽ തന്നെ നമുക്ക് നമ്മളുടെ ഉള്ളിലെ ആളെ നമുക്ക് സ്നേഹിക്കാൻ പറ്റും, അല്ലെ? അതാണ് അതിന്റെ രഹസ്യം, ആ സീക്രട്ട്. സ്വയം അംഗീകരിച്ച് തുടങ്ങിയാൽ നമുക്ക് ഏതിനെയും നമുക്ക് ഉള്ളിലുള്ള ആളെ സ്നേഹിക്കാൻ പറ്റും, മറ്റുള്ളവരെ സ്നേഹിക്കാൻ പറ്റും, നമുക്ക് ഹൈലി എനർജറ്റിക് ആയിട്ട് നമുക്ക് ഇരിക്കാൻ പറ്റും എന്നുള്ളതാണ് 100%. അംഗീകരിച്ച് തുടങ്ങുക. ഇന്ന് മുതൽ നമ്മൾ എന്തിനെയും ഏതൊരു സംഭവത്തെയും നമുക്ക് പടച്ച റബ്ബ് തരുന്ന നമുക്ക് എന്ത് ഇൻസിഡന്റ് ആണെങ്കിൽ പോലും നമ്മൾ അതിനെ കുറ്റം പറയരുത്. എന്താണ് ദൈവം ഇങ്ങനെ, പടച്ച റബ്ബ് എന്നോട് ഇങ്ങനെ ചെയ്യുന്നത് എന്നുള്ള നമ്മൾ പലരുടെ മനസ്സിലും വരുന്നുണ്ട്, അല്ലെ? എന്താണ് ഇങ്ങനെയൊക്കെ ചെയ്തിട്ടും ഞാൻ നിസ്കരിക്കുന്നുണ്ടല്ലോ, ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ടല്ലോ, ഞാൻ അവിടെ പോകുന്നുണ്ടല്ലോ, ഒക്കെ ചെയ്യുന്നുണ്ടല്ലോ, നല്ല നല്ല കാര്യങ്ങൾ ചെയ്യുന്നുണ്ടല്ലോ, ഇതൊക്കെ ചെയ്തിട്ടല്ലോ നമ്മൾ ഒരുപാട് പരീക്ഷണങ്ങൾ ആ ഭാഗത്ത് നിന്ന് വരുന്നുണ്ട്, അല്ലെ? പടച്ച റബ്ബിൽ നിന്ന് നമുക്ക് വരുന്നുണ്ട്. അപ്പൊ അത്രയും പരീക്ഷണങ്ങൾ നമ്മൾ വരുമ്പോ ആ പരീക്ഷണങ്ങളെ നമ്മൾ എന്ത് ചെയ്യണം? അതിജീവിക്കുക എന്ന് പറയുന്നത്. നമ്മളെപ്പോഴും പ്രതിസന്ധി എന്നല്ല പറയേണ്ടത്, നമ്മൾ പറയേണ്ടത്. നമ്മളെപ്പോഴും ചാലഞ്ചസ് ആയിട്ട് നമ്മൾ ഏറ്റെടുക്കുക. നമ്മൾ ഏതൊരു പ്രതിസന്ധി നമ്മൾ അതിനെ പ്രതിസന്ധി ആക്കാതെ ചാലഞ്ചസ്, സ്പോർട്സ്മാൻ സ്പിരിറ്റ് ആയിട്ട് നമ്മൾ അതിനെ ഒരു പഞ്ച് ആയിട്ട് നമ്മൾ എടുക്കുക. ഈ ഒരു അവസ്ഥയെ എനിക്ക് നേരിടാൻ പറ്റും എന്നൊരു മൈൻഡ് സെറ്റ് നമ്മൾ ഉണ്ടാക്കിയെടുക്കുക. എത്ര വലിയ സങ്കീർണത, എത്ര വലിയ പ്രതിസന്ധി ആയാലും ശരി, നമ്മൾ വല്ലാത്തൊരവസ്ഥയെ കുടുങ്ങിയതാണ്. ആ ഒരു അവസ്ഥയെ നമ്മൾ രക്ഷപ്പെടണമെങ്കിൽ അതിനുള്ള മാർഗം നമ്മൾ ആ ഒരു അവസ്ഥയെ അംഗീകരിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഇനി വരുന്ന കാര്യങ്ങൾ എന്ത് ചെയ്യും? നമുക്കതിന് വഴി നമുക്ക് തെളിഞ്ഞു കിട്ടും. നമുക്ക് മുന്നോട്ട് പോകാനുള്ള ഊർജം, മുന്നോട്ട് പോകാനുള്ള വഴി നമുക്ക് കിട്ടും. നമ്മളിലേക്ക് നമ്മൾ എന്താണ് ആഗ്രഹിക്കണം, മാനിഫെസ്റ്റേഷൻ. നമുക്ക് എന്തെങ്കിലും കാര്യങ്ങൾ നേടാനുണ്ട്, ഇപ്പോ നമുക്കൊരു വീട് വെക്കണം എന്നുണ്ട്, നമുക്ക് വേറെ എന്തെങ്കിലും കാര്യങ്ങൾ നേടാനുണ്ട്, അല്ലെ? അങ്ങനെ എന്തൊരവസ്ഥയും ഇപ്പോ നമുക്ക് ഉദാഹരണത്തിന് നമുക്ക് പണം, വെൽത്ത് ആയാലും ശരി, ഇപ്പോ പണമില്ലാത്തൊരവസ്ഥയാണ്. പണം ഇല്ലെങ്കിൽ നമ്മൾ ആ സമയത്ത് നമ്മൾ കുറ്റപ്പെടുത്തും, ഞാൻ എന്തെങ്ങനെ. അപ്പോ ആ ഒരു അവസ്ഥ എന്തെങ്കിലും വേറൊരു സിറ്റുവേഷൻ ആയിരിക്കും അവിടെ സംഭവിച്ചിട്ടുണ്ടാവുക. ഒന്നില്ലെങ്കിൽ ഫണ്ട് കിട്ടിയില്ല, അവർ ഫണ്ട് തന്നില്ല, ഞാൻ വിചാരിച്ച പോലെ അവർ ചോദിച്ച പൈസ എനിക്ക് കിട്ടിയില്ല, അല്ലെങ്കിൽ എനിക്ക് അവിടുന്ന് സാലറി കിട്ടിയില്ല എന്നൊക്കെ പറയുമ്പോൾ അപ്പോഴും നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ അപ്പോഴും കുറ്റപ്പെടുത്തുകയാണ്. നമ്മൾ ആ അവസ്ഥയെ നമ്മൾ അംഗീകരിക്കുന്നില്ല. ആ ഒരു അവസ്ഥയെ അംഗീകരിക്കുക. എന്തൊരവസ്ഥയായാലും ആ അവസ്ഥ അംഗീകരിക്കുക. ഞാനും എൻ്റെ ജീവിതത്തിൽ ഒരുപാട് പ്രതിസന്ധികൾ കഴിഞ്ഞു വന്നൊരു മനുഷ്യൻ, ഒരുപാട് പ്രതിസന്ധികൾ തരണം ചെയ്ത ഒരാളാണ് ഞാൻ. ഒരുപാട് പ്രതിസന്ധികൾ എനിക്ക് ആധികാരികമായിട്ട് പറയാൻ, എനിക്ക് അത്രത്തോളം പ്രതിസന്ധികളും ഒരുപാട് ഇതൊക്കെ കഴിഞ്ഞു വന്ന ഒരാളാണ് ഞാൻ. പല സംഗതും ഞാൻ നേരിട്ട് ഫേസ് ചെയ്തൊരു മനുഷ്യനും കൂടിയാണ് ഞാൻ. അന്നൊക്കെ ഞാൻ ഈ പഠിച്ച കാര്യങ്ങളൊക്കെ എനിക്ക് ഒരുപാട് സഹായകമായി. എൻ്റെ ജീവിതത്തിൽ വന്ന ഒരുപാട് മാറ്റങ്ങൾ ഞാൻ പഠിച്ച EFT കൊണ്ടും ഒരുപാട് എനിക്ക് മാറ്റങ്ങൾ എൻ്റെ ജീവിതത്തിൽ വന്നിട്ടുണ്ട്. ഏതൊരു അവസ്ഥയും എങ്ങനെ എനിക്ക് നിൽക്കാൻ പറ്റും, അതിന് ഹാപ്പിനെസ്സോടുകൂടി നിൽക്കാൻ പറ്റും, അല്ല ആ കാര്യം എങ്ങനെ കോർഡിനേറ്റ് ചെയ്യാൻ പറ്റും, അല്ലെ? ക്ഷമയോടുകൂടി നിന്ന് കഴിഞ്ഞാൽ നമുക്ക് നല്ലൊരു ജീവിതം അപ്പുറത്തുണ്ട് എന്നുള്ളൊരു മൈൻഡ് സെറ്റ് നമുക്ക് ഉണ്ടായിരിക്കണം. അതാണ്
എന്റെയൊക്കെ ജീവിതത്തിലെ ആ ഒരു സ്റ്റോറി തന്നെ അങ്ങനെയാണ്. കാരണം അത്രത്തോളം ഞാൻ പല കാര്യങ്ങളും ഞാൻ ഉപയോഗിച്ചൊരു മനുഷ്യനായിരുന്നു പല സമയത്തും. അങ്ങനെയൊക്കെ വരുന്ന സമയത്തൊക്കെ ഞാൻ അതിനെ തരണം ചെയ്യാൻ ഞാൻ പഠിച്ച കാര്യങ്ങളാണ് അക്സെപ്റ്റൻസ്, സെൽഫ് ലവ്. ഞാൻ എന്നെ തന്നെ സ്നേഹിക്കുക. ഏതൊരു പ്രതിസന്ധി ഘട്ടത്തെയും ഞാൻ അതിനെ അംഗീകരിച്ച് തുടങ്ങും. ഭയം എന്ന സംഗതിനെ അതിനെ അക്സെപ്റ്റ് ചെയ്യുക, അതിനെ ഹീൽ ചെയ്യുക, അതിനെ ഇല്ലാണ്ടാക്കുക. പേടിയെ നമ്മൾ വലിച്ചെറിയുക. അപ്പൊ എന്താവും, നമുക്ക് ഏതൊരു ഘട്ടത്തെയും ഏതൊരു പ്രതിസന്ധി ഘട്ടത്തെയും നമ്മൾ വളരെ സിമ്പിളായിട്ട് ലാഘവത്തോടു കൂടി നമുക്ക് കൈകാര്യം ചെയ്യാൻ പറ്റും. നമ്മൾ ആ ഒരു മോഡിൽ നമ്മൾ എത്തണം, അക്സെപ്റ്റൻസിന്റെ മോഡിൽ നമ്മൾ എത്തണം. എത്തിയാലുള്ളൂ നമ്മളെല്ലാം നമുക്ക് ഈ പറഞ്ഞ കാര്യങ്ങളൊന്നും തടസ്സമില്ലാതെ മുന്നോട്ട് നല്ല സഞ്ചരിക്കാൻ പറ്റുള്ളൂ എല്ലാവർക്കും. അതാണ്. അപ്പോ നമ്മളെപ്പോഴും നമ്മളെപ്പോഴും ആ ഒരു അഫർമേഷൻ പറയാ, ഐ അക്സെപ്റ്റ് മൈ സെൽഫ്. ഞാൻ എന്നെ അംഗീകരിക്കുന്നു, ഞാൻ എന്നെ അംഗീകരിക്കുന്നു, ഞാൻ എന്നെ അംഗീകരിക്കുന്നു. ഈ അവസ്ഥയെ ഞാൻ അംഗീകരിക്കുന്നു, ഈ ഒരു പ്രതിസന്ധിയെ, ഈ ഒരു ചാലഞ്ചിനെ ഞാൻ അംഗീകരിക്കുന്നു. അല്ലെ? ചാലഞ്ച് നമ്മൾ എപ്പോഴും നെഗറ്റീവ് വാക്കുകൾ നമ്മൾ ഉള്ളിലേക്ക് കൊണ്ടുവരാതെ നമ്മൾ ഈ പ്രതിസന്ധികളൊക്കെ ചാലഞ്ച് ആക്കിയിട്ട്, എനിക്ക് പ്രതിസന്ധികൾ വരുമ്പോഴൊക്കെ ഞാൻ ചാലഞ്ചായിട്ടാണ് ഞാൻ ഏറ്റെടുത്തത്. പല പ്രതിസന്ധികളും എൻ്റെ ജീവിതത്തിൽ വരുന്ന സമയത്തൊക്കെ നമ്മൾ തന്നെ ചാലഞ്ചായിട്ട്, സ്പോർട്സ്മാൻ സ്പിരിറ്റ് ആയിട്ട് ഞാൻ ഏറ്റെടുത്തു. അത്രത്തോളം സങ്കടപ്പെടാതെ, നമ്മളാ ഇമോഷൻ ഇല്ലാതെ അത്രത്തോളം പിടിച്ചു നിൽക്കേണ്ടി വന്നു. നിന്നൊരവസ്ഥ എൻ്റെ ജീവിതത്തിൽ വന്ന ഒരു സംഭവം ഞാൻ പറഞ്ഞുതരാം. കാരണം ഒരു അനുഭവം ഞാൻ പറയാം. കഴിഞ്ഞ വർഷം ഞാൻ EFTയിൽ വന്ന ഞാൻ ഈ കോഴ്സ് കഴിഞ്ഞ് ആ ഒരു ഉള്ള സമയത്ത് എൻ്റെ ചെറിയ മോന് ഹോസ്പിറ്റലിൽ അസുഖം പെട്ടെന്ന്, ഞാൻ അന്നേരം ഖത്തറിലായിരുന്നു ഞാൻ. എൻ്റെ ചെറിയ മോന് 4 വയസ്സായിരുന്നു. അപ്പൊ അവന് പെട്ടെന്ന് ന്യൂമോണിയ വന്ന്, പനി വന്ന് പെട്ടെന്ന് ന്യൂമോണിയ ആയി, ഹൈ ആയി. അത് ഭയങ്കര ഒരു അവസ്ഥയിലേക്ക് എത്തി. അപ്പൊ എൻ്റെ മദർ എവിടേക്ക് വന്ന്, എൻ്റെ ഖത്തറിലേക്ക് എൻ്റെ അടുത്ത് വന്നു. ഞാൻ മദറിനെ കൊണ്ടു ആ സന്തോഷ നിമിഷങ്ങൾ എൻ്റെ മദറിനെ ഞാൻ റിസീവ് ചെയ്യാൻ പോവുക. ആ പോകുന്ന സമയത്താണ് എനിക്ക് മെസ്സേജ് എൻ്റെ വൈഫ് അയക്കുന്നത്, നമ്മളെ മോന് സീരിയസ് ആണ്. അതുവരെ കുഴപ്പമുണ്ടാകുന്നില്ല. പെട്ടെന്ന് അവന് കൂടി ഹോസ്പിറ്റലിൽ കൊണ്ടുപോയപ്പോൾ നേരെ ICUയിൽ വിട്ടു. അപ്പോ അതിന്റെ മുന്നത്തെ അവസ്ഥ എന്തായിരുന്നു? എപ്പോഴും എൻ്റെ ചെറിയ മോൻ എന്തെങ്കിലും അവസ്ഥ വരുമ്പോൾ എനിക്ക് പെട്ടെന്ന് ഇമോഷൻ ആവും. എനിക്കൊന്നും അംഗീകരിക്കാൻ പറ്റാതെ ഞാൻ ഒന്നിനൊന്നിനും അംഗീകരിക്കില്ല. നമുക്ക് ഭയങ്കര സങ്കടവും ഭയങ്കര ഇതൊക്കെ കയറും. അപ്പൊ അവിടെ നമ്മൾ സങ്കടം, നമ്മൾ ആ നിരാശയും ആശങ്കയൊക്കെ വരുമ്പോ എന്താ സംഭവിക്കുക? ആ അസുഖം മൂർച്ഛിക്കുക എന്നല്ലാണ്ട് അവിടെ കുറയില്ല. അതാണ് മനസ്സിലാക്കേണ്ടത്. അതിൽ ഏറ്റവും വലിയൊരു ഗ്രാറ്റിറ്റ്യൂഡ് എനിക്ക് സംഭവിച്ചാണ് എൻ്റെ ഏറ്റവും വലിയ റിസൾട്ട് എൻ്റെ ജീവിതത്തിൽ വന്നത്. എന്നുവെച്ചാൽ ഞാൻ ആ ഒരു വാർത്ത ഞാൻ കേട്ടപ്പോ സത്യം അത് അത്രത്തോളം എനിക്ക് എന്താ പറയാ, എൻ്റെ മനസ്സിൽ തോന്നിയ ഒരു ഫീല് ആ സമയത്ത് എനിക്ക് വളരെ സിമ്പിളായിട്ട് കൈകാര്യം ചെയ്യാൻ പറ്റി. ഞാൻ അതെന്റെ മറ്റേ ഗ്രൂപ്പുകളിലൊക്കെ ഞാൻ വിളിച്ചു പറഞ്ഞ്, ഞാൻ അതിനെ എല്ലാവരോടും പറഞ്ഞു, വിഷ്വൽ ചെയ്ത് നിങ്ങൾ ഹീൽ ചെയ്യണം, നിങ്ങൾ പ്രാർത്ഥിക്കണം എന്ന് പറഞ്ഞു. ഞാൻ ആ ഗ്രൂപ്പിൽ ആക്റ്റീവ് ആവുകയും ചെയ്തു. വളരെ സന്തോഷത്തോടെ എനിക്ക് നിൽക്കാൻ കഴിഞ്ഞു. അല്ലെങ്കിൽ എൻ്റെ മോൻ ഇത്രയും ഒരു ആസന്നമായ ഒരു അവസ്ഥയിൽ, ഇത്രയും വലിയൊരു അവസ്ഥയിൽ എനിക്കൊന്ന് പിടിച്ചിരിക്കാൻ കഴിയില്ല. അവനൊരു ജലദോഷമോ ചെറിയ പനി വന്നു കഴിഞ്ഞാൽ അത്രത്തോളം വെമ്പൽ കൊള്ളുന്ന ഒരാളാണ് ഞാൻ. പക്ഷെ അന്ന് വെമ്പലില്ല എന്നല്ല, എനിക്ക് അവനോട് അറ്റാച്ച്മെന്റ് എല്ലാം ഉണ്ട്. പക്ഷെ ആ ഡിറ്റാച്ച്മെന്റോടുകൂടി എനിക്ക് അതിന് നിൽക്കാൻ കഴിയും. ആ ഒരു പ്രതിസന്ധിയെ, ആ ഒരു അവസ്ഥയെ ഞാൻ ശരിക്ക് അക്സെപ്റ്റ് ചെയ്തെന്നാണ്. ഈ ഒരു വാക്ക് ഞാൻ അന്ന് എൻ്റെ ജീവിതത്തിൽ ഞാൻ കൊണ്ടു നടന്നത്. അതാണ്. അപ്പോഴാണ് നമ്മൾ അറ്റാച്ച്മെന്റ്, ഓവർ അറ്റാച്ച്മെന്റ് വരുമ്പോഴാണ് നമ്മൾ എപ്പോഴും അവിടെ ഡിറ്റാച്ച്മെന്റ് ഉണ്ടായിരിക്കണം. ഒരിക്കലും നമ്മൾ ഭാര്യയായാലും ശരി, എല്ലാവരുടെയും ശരി, സ്നേഹം കൊണ്ട് ഒക്കെ ഉണ്ട്. നമ്മൾ ഓവർ സെന്റിമെന്റൽ, അതൊരു ബ്ലോക്കാണ്. നമുക്ക് ജീവിതത്തിൽ മുന്നോട്ട് പോകാനൊരു ബ്ലോക്കാണ്. അപ്പോൾ നമുക്ക് അംഗീകരിക്കാൻ കഴിയില്ല. സങ്കടം വരും, സങ്കടമൊക്കെ നമുക്ക് ബ്ലോക്ക്. നമ്മളെ ഒരു ധൈര്യത്തോടു കൂടി ഇറ്റ്സ് ഓക്കെ, നമ്മൾ ആ രീതിയിൽ മുന്നോട്ട് പോവുകയാണെങ്കിൽ ഏതൊരു സംഗതി നമുക്ക് തരണം ചെയ്യാൻ പറ്റും. അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് ആ ഒരു ഹോസ്പിറ്റലിൽ നിന്ന് എനിക്ക് വാർത്ത കേൾക്കുന്നത്. എല്ലാവരും ചെയ്തു. എൻ്റെ ഒരു മൈൻഡ് അത്രത്തോളം ഒരു നിരാശയില്ലാതെ, ആശങ്കകളില്ലാതെ ഞാൻ ആ ഒരു മണിക്കൂറുകളോളം ഞാൻ നിന്നു. എന്നിട്ടാണ് എനിക്ക് ആ വാർത്ത വരുന്നത്, നമ്മളെ മോനെ ICUവിൽ നിന്ന് മാറ്റി നേരെ റൂമിലേക്ക് മാറ്റി എന്നുള്ളത്. നിങ്ങൾ നോക്കൂ, അത്രത്തോളം. അപ്പോ ഈ ഹോസ്പിറ്റലിൽ ഈ ICUവിൽ കയറ്റുന്ന സമയത്ത്
വെറും 40 ആയിരുന്നു അവന്. 42 ആണ് അവന്റെ ശ്വാസം ഇത് വരുന്നത്. മനസ്സിലായില്ലേ? ആ ഒരു ഓക്സിജന്റെ അളവ് അത്രയും സീരിയസ് ഘട്ടമായിരുന്നു. അതിൽ നിന്ന് മറികടന്നു. നമുക്ക് അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചു, നല്ല മനസ്സോടുകൂടി പ്രാർത്ഥിച്ചു. ആ ഒരു അവസ്ഥയെ ഞാൻ അംഗീകരിച്ചപ്പോൾ ഞാൻ എൻ്റെ കൂട്ടുകാരോടും എൻ്റെ ആൾക്കാരും എൻ്റെ സഹപ്രവർത്തകരും എല്ലാവരോടും പറഞ്ഞു, നിങ്ങൾ അതിനെ സങ്കടപ്പെട്ട്, നിങ്ങൾ അതിനെ നിരാശയാക്കിയിട്ട്, അല്ല നിങ്ങൾ അതിനെ ഒരു സെന്റിമെന്റൽ രീതിയിൽ നിങ്ങൾ ഒരിക്കലും പ്രാർത്ഥിക്കരുത്. എൻ്റെ മോന് വേണ്ടിയിട്ട് നിങ്ങൾ എപ്പോഴും ചെയ്യേണ്ടത്, നിങ്ങൾ ആ ഒരു ഡിറ്റാച്ച്മെന്റോടുകൂടി പ്രാർത്ഥിക്കണം, ഹീൽ ചെയ്യണം എന്ന് പറഞ്ഞു. അപ്പോൾ വിഷ്വൽ ചെയ്യണം അവർക്ക് വേണ്ടിയിട്ട് എന്ന് പറഞ്ഞു. അപ്പോഴാണ് ഇവരൊക്കെ ആ ഒരു എല്ലാവരും ഏറ്റെടുത്തപ്പോൾ ഞാനും ആ ഒരു രീതിയിൽ നിന്നു. ഞാനും ആ ഒരു സെറ്റിൽ, ആ മൈൻഡ് സെറ്റിൽ ഞാൻ നിന്നു. അതിനുശേഷമുള്ള റിസൾട്ടുകളാണ് വന്നത്, അൽഹംദുലില്ലാ. അപ്പൊ എത്രത്തോളം നമുക്ക് സന്തോഷ വാർത്ത എനിക്ക് കിട്ടി. വൈകുന്നേരം ആ ഒരു രാത്രിയിൽ സുഖമായിട്ടൊന്ന് കിടന്നുറങ്ങാൻ പറ്റി. എൻ്റെ മോനെ അത് വളരെ നല്ല സുഖത്തോടു കൂടി നല്ല പൂർണ്ണ ആരോഗ്യവാനായിരിക്കുന്നു എന്നൊരു വാർത്ത, അവന്റെ ഫോട്ടോ, കയ്യിലും മൊബൈലും പിടിച്ചിരിക്കുന്ന ഒരു ഫോട്ടോ ഒക്കെ ആയിട്ട് എനിക്ക് കിട്ടിയപ്പോൾ ഞാൻ അന്നേരം തന്നെ കിട്ടിയപ്പോൾ ആ കണ്ടപ്പോൾ എനിക്ക് വല്ലാത്ത സന്തോഷം. കാരണം നമ്മൾ എത്രയോ ദൂരെയാണ്. ഞാൻ അന്ന് എത്രയോ ദൂരം ഖത്തറിലാണ്, ഇവര് നാട്ടില്. ഒന്ന് ചിന്തിച്ചു നോക്കുക. അപ്പൊ എനിക്ക് കിട്ടിയ ഒരു റിസൾട്ട്, ഞാൻ അന്ന് ഇത് പഠിച്ചു, ഞാൻ നന്നായിട്ട് ഞാൻ അത് ശരിക്കും ഗ്രാസ്പ് ചെയ്തു. കാരണം ഇതൊക്കെ നമ്മൾ ജീവിതത്തിൽ കൊണ്ട് നടക്കേണ്ട സാധനമാണ്. നമ്മളിങ്ങനെ കിട്ടുന്ന അവസരങ്ങളിൽ അക്സെപ്റ്റൻസ് ആയാലും ഫോർഗീവ്നെസ് ആയാലും ഗ്രാറ്റിറ്റ്യൂഡ് ആയാലും ഇങ്ങനെയുള്ള സംഗതികളൊക്കെ നമ്മൾ എന്ത് ചെയ്യണം, ശരിക്കും ഗ്രാസ്പ് ചെയ്ത് ശരിക്കും സെറ്റ് ചെയ്ത് വെക്കണം. നമ്മളെപ്പോഴും ജീവിതത്തിൽ നമ്മൾ ഈ ക്ലാസ് കേട്ടിട്ട് അത് കേട്ടിട്ട് കഴിഞ്ഞ് പിന്നെ മറക്കുന്ന പരിപാടി, പിന്നെ 2 ദിവസം കഴിഞ്ഞ് ഞാൻ മറന്നു പോവുക, പിന്നെ നമ്മൾ ആ പഴയതിലേക്ക് പോവുക, ആ ഒരു രീതിയിൽ നമ്മൾ ആവരുത്. എപ്പോഴും നമ്മൾ അത് കീപ്പ് ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോകണം. അവിടെ നമ്മളെ വിജയം. നമ്മൾ ആ ഒരു കീപ്പ് ചെയ്ത് കൊണ്ടു നടക്കണം. ആ ഒരു ഏത് പ്രതിസന്ധിയും എന്തിതായാലും എനിക്കിതൊക്കെ ചെയ്യാൻ പറ്റും, എനിക്കതിനൊക്കെ പിടിച്ചു നിൽക്കാൻ പറ്റും, ഞാൻ അതിനെ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റും, അംഗീകരിച്ച് എനിക്ക് മതിയാവും എന്നൊരു മൈൻഡ് സെറ്റ് നമുക്ക് എല്ലാവർക്കും ഉണ്ടെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും, അൽഹംദുലില്ലാ നമ്മൾ രക്ഷപ്പെടും 100%. നമുക്ക് അങ്ങനെ ഒരു മോഡല്, നമ്മൾക്ക് അങ്ങനെ ഒരു മൈൻഡ് സെറ്റ് എല്ലാവർക്കും ഉണ്ടാവണം. ഇൻഷാ അല്ലാഹ് എല്ലാവർക്കും ഉണ്ടാവട്ടെ. ഞാൻ വളരെ ആത്മാർത്ഥമായി ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. അക്സെപ്റ്റൻസിന്റെ ഈ ഒരു വാക്ക് നിങ്ങൾ എപ്പോഴും ജീവിതത്തിൽ മറക്കാൻ പറ്റാത്തൊരു വാക്കാണ്. എപ്പോഴും അത് കീപ്പ് ചെയ്ത് കൊണ്ട് നടക്കണം. ഞാൻ നിങ്ങളോട് പറയാനുള്ളത്, ഞാൻ ജീവിതത്തിലെ അക്സെപ്റ്റൻസിന്റെ മൂല്യം ഒരുപാട് കണ്ട ഒരാളാണ്. എനിക്ക് അതുകൊണ്ട് ഒരുപാട് റിസൾട്ട് വന്ന ഒരാളാണ്. അതുകൊണ്ട് നിങ്ങളും അത് ജീവിതത്തിൽ പകർത്തിയെടുക്കുക എന്നുള്ളതാണ്. അംഗീകരിക്കുക, നമ്മൾ അംഗീകരിക്കുക, ഭയമില്ലാതിരിക്കുക. ഈ ഒരു അവസ്ഥയിൽ ഞാൻ ഇവിടുന്ന് മരിച്ചു പോയാലും എന്തെങ്കിലും സംഭവിച്ചാലും ഞാൻ അതിനെ നേരിടും, എനിക്ക് വിഷയമല്ല, അതങ്ങനെ ആവട്ടെ. അങ്ങനെ ആ ഒരു അവസ്ഥ, ആ ഒരു മൈൻഡ് സെറ്റ് നമുക്ക് എല്ലാവർക്കും ഉണ്ടായിരിക്കും. നമുക്കൊന്നും സംഭവിക്കൂല, എന്ത് സംഭവിക്കണം നല്ലതിനാണ് എന്നൊരു മൈൻഡ് സെറ്റും കൂടി നമുക്ക് ഉണ്ടാകുക. എന്താ ജീവിതത്തിൽ നമ്മൾ രക്ഷപ്പെടും, 100% രക്ഷപ്പെടും. ആശങ്കകളില്ലാതെ അങ്ങനെ ആശങ്കകളില്ലാതെ, അങ്ങനെ ആൻസൈറ്റികളില്ലാത്ത ജീവിതം ചിന്തിച്ചു നോക്കിയേ. ഒന്നിനൊന്നിനെ കുറിച്ച് ആശങ്കപ്പെടില്ല, ഒന്നിനൊന്നും. അപ്പൊ അതാണ് ഇതിനൊക്കെ മെയിൻ അംഗീകരിക്കാൻ പറ്റാത്തൊരവസ്ഥ വരുമ്പോഴാണ് ഇത്രയും ഇമോഷൻസ് നമ്മളെ മനസ്സിലേക്ക് കയറി വരുന്നത്. അപ്പൊ അതിന് നമ്മൾ ഇടവരുത്തരുത്. നമ്മൾ അതിന് 1% പോലും ഇടവരുത്താതെ നമ്മൾ എന്ത് ചെയ്യണം, ആ ഒരു ഇതിൽ നിൽക്കണം. മ്യൂട്ടായിട്ടോ, സോറി. അപ്പോ നമ്മള് ആ ഒരു അവസ്ഥ, ഞാൻ പറഞ്ഞില്ലേ, അങ്ങനെ ഒരു അവസ്ഥയിൽ നമുക്ക് നിൽക്കാൻ കഴിയണം. അവിടെയാണ് നമ്മളെ ജീവിതത്തിലെ വിജയം. അപ്പൊ എല്ലാവർക്കും തീർച്ചയായും നല്ലൊരു അക്സെപ്റ്റൻസ് ആയിട്ട് എന്തിനും അംഗീകരിച്ച്, ഏതിനെയും അംഗീകരിച്ച് വളരെ കോമൺ ക്വയറ്റായിട്ട്, നല്ല മനസ്സ് വളരെ ശാന്തിയും സമാധാനത്തോടു കൂടി എന്തിനേയും അംഗീകരിച്ച്, ഈ അംഗീകാരം വരുമ്പോ തന്നെ നമുക്ക് എന്താവും, നമ്മളെ മനസ്സ് വളരെ കാമൻ ക്വയറ്റാവും. നല്ല മറ്റുള്ളവരോടൊക്കെ നല്ല സ്നേഹത്തോടെ സംസാരിക്കാനും, ഏതൊരു പ്രശ്നങ്ങൾ വരുമ്പോൾ നല്ല ശാന്തി സമാധാനം മനസ്സിൽ ഇങ്ങനെ നിറഞ്ഞു കൊടുക്കും. അതാണ് അക്സെപ്റ്റൻസിന്റെ ഗുണങ്ങൾ. അപ്പൊ അതൊക്കെ വരുമ്പോൾ നമ്മൾ ശരീരം, ബോഡി ഹെൽത്തി, നമ്മളെ മൈൻഡും ബോഡിയും എല്ലാം ഇത് രണ്ടും ഒന്നാണ്, ഈ സംശയമല്ല. ഇത് രണ്ടും അടിപൊളി നല്ല രീതിയിൽ നമുക്ക് കൊണ്ടു നടക്കാൻ പറ്റും. അപ്പൊ അതുകൊണ്ട് എല്ലാവരും ഈ ഒരു അക്സെപ്റ്റൻസ് എന്ന ഒരു വാക്ക്, ഈ ഒരു വേർഡിനെ നമ്മൾ തള്ളിക്കളയാതെ ജീവിതത്തിൽ നന്നായിട്ട് കീപ്പ് ചെയ്യാൻ പറ്റട്ടെ എന്ന് ഞാൻ വളരെ ആത്മാർത്ഥമായി ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. താങ്ക് യു ആൾ, താങ്ക് യു സോ മച്ച്.
എന്നെ ഈ ഒരു അക്സെപ്റ്റൻസിന്റെ ഈ ഒരു ടോപ്പിക് കേൾക്കാൻ വന്ന നിങ്ങൾക്ക് എല്ലാവർക്കും എന്റെ ഹൃദയത്തിന്റെ അടിത്തട്ടിൽ നിന്നും കൂടി നന്ദി. ഓക്കെ, താങ്ക് യു സർ. അടിപൊളി ക്ലാസ്. അതിങ്ങനെ അതിന് പെടൂലല്ലോ, കാരണം അതിനാ വലിയ നമ്മളുടെ ആയിട്ടുന്ന പൈസ കിട്ടി. എന്തെങ്കിലും ഫീഡ്ബാക്ക് പറയാനുണ്ടെങ്കിൽ പറഞ്ഞോളൂ. 10 മാസം 3000 ഇട്ടായിരുന്നു. 3000 തന്നോണ്ട് എല്ലാ എന്തെങ്കിലും പറയാനുണ്ടോ ആർക്കെങ്കിലും? നമ്മളെ ക്ലാസ്സിനെ പറ്റിയുള്ള ഫീഡ്ബാക്ക് നിങ്ങൾ പറയാനുണ്ടെങ്കിൽ പറയാം. എന്തെങ്കിലും ചോദിക്കാനുണ്ടെങ്കിൽ ചോദിക്കാം. ഗുഡ് ഈവനിങ് ഷനോസ് സർ. നല്ല ക്ലാസ് ആയിരുന്നു. നമ്മൾ ക്ലാസ്സിൽ പറഞ്ഞതുപോലെ പോസിറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളെ ആക്സെപ്റ്റ് ചെയ്യും, പക്ഷെ നെഗറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ അത് എന്താ പറയാ, നമ്മളത് റിജക്ട് ചെയ്യും. നമ്മൾ ആക്സെപ്റ്റ് ചെയ്യാണ്ട് അതിനെ അങ്ങ് പിടിച്ചു വെക്കും. ആ സമയത്താണ് നമ്മുടെ മനസ്സിൽ പ്രശ്നങ്ങളും സംഘർഷങ്ങളൊക്കെ ഉണ്ടാവുന്നത്. അതിനെ ആക്സെപ്റ്റ് ചെയ്യുന്ന മൊമെന്റ് മുതൽ നമ്മൾ പീസ്ഫുൾ ആയി. നമ്മുടെ മനസ്സ് നല്ലൊരു അവയർനെസ് ആണ് നമുക്കൊക്കെ കിട്ടിയത്. താങ്ക് യു സോ മച്ച്. അടിപൊളി ക്ലാസ് ആയിരുന്നു. താങ്ക് യു സോ മച്ച്. ആർക്കെങ്കിലും പറയാനുണ്ടോ? സൂപ്പർ ക്ലാസ് ആയിരുന്നു സാർ. നല്ല ക്ലാസ് ആയിരുന്നു. ഇതിന് മെസ്സേജ് ഇടുക. ആർക്കെങ്കിലും എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിച്ചോട്ടോ. എന്തെങ്കിലും ഇതിന്റെ ടോപ്പിക് റിലേറ്റഡ് ആയിട്ടുള്ള എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിച്ചോളൂ, നമ്മൾ പറയാം. കുഴപ്പമില്ല കേട്ടോ, നിങ്ങൾ ചോദിച്ചോളൂ. അപ്പൊ മീറാൻ സാർ, നമുക്കൊന്ന് വൈൻഡപ്പ് ചെയ്താലോ? ആർക്കെങ്കിലും പറയാനുണ്ടെങ്കിൽ പറഞ്ഞോട്ടെ, അല്ലെങ്കിൽ നമുക്ക് വൈൻഡപ്പ് ചെയ്യാം കേട്ടോ. നമ്മുടെ ഈ 12-ന് തുടങ്ങുന്ന ഒരു ക്ലാസ് ഉണ്ട് കേട്ടോ. ലെവൽ 1 ബൂസ്റ്റർ എനർജി ബൂസ്റ്റർ ക്ലാസ് ആണ്, കോഴ്സാണ്. 3 ദിവസത്തെ കോഴ്സാണ്. എല്ലാവർക്കും കിട്ടുന്നുണ്ട്. അതൊരു 7 days മെഡിറ്റേഷൻ ആണ്. 7 daysന്റെ ഫോളോ അപ്പ് ഉണ്ടാവും. ഓക്കെ, നല്ലൊരു അവയർനെസ് കിട്ടും. അപ്പോ വ്യത്യസ്തമായ അവയർനെസ് കാര്യങ്ങളൊക്കെ നമുക്ക് മാക്സിമം ആളുകൾ, നിങ്ങൾക്ക് താല്പര്യമുള്ള ആളുകൾ നമ്പറിൽ ബന്ധപ്പെടുക. അതിൽ നിങ്ങൾക്ക് കാര്യങ്ങൾ ചെയ്യാം. ഓക്കെ, പറയൂ അമീർ സാർ. ഹലോ, അസ്സലാമലൈക്കും. ഞാൻ യാത്രയിലായതുകൊണ്ട് അത്രയും ക്ലിയർ ആവുന്നറിയില്ല, അതുകൊണ്ടാണ് മൈക്ക് ഓൺ ആക്കാതിരുന്നത്. ക്ലാസ് നമ്മൾ അക്സെപ്റ്റ് ചെയ്യുമ്പോൾ നമ്മുടെ പ്രശ്നങ്ങളൊക്കെ റിച്വലി നമ്മളായിട്ട് ജീവിക്കുമ്പോൾ അത് നല്ലൊരു ഓർമ്മപ്പെടുത്തലായിരുന്നു. റിയലി എൻജോയ്. അത് നമ്മളെല്ലാവരും പ്രത്യക്ഷം പറയുമ്പോൾ തന്നെ നമുക്ക് ആ ഫീല് വരുന്നുണ്ട്. സാറിന്റെ ക്ലാസ് ഓരോ ദിവസവും അടിപൊളിയായിട്ട് വരുന്നുണ്ട്. ക്ലാസ്സിൽ എടുക്കുന്ന രീതിയായാലും യാത്രയുടെ ഡിസ്റ്റർബൻസ് ഉണ്ടെങ്കിലും മൈക്ക് ഓൺ ആക്കാൻ ശ്രമിച്ചത്. താങ്ക് യു ഫ്രം ദ ഹെഡ്. താങ്ക് യു ഓൺ ബിഹാഫ് ഓഫ് എനർജി. താങ്ക് യു ഷനവാസ്. നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. താങ്ക് യു ഷനവാസ്. വണ്ടർഫുൾ ക്ലാസ്. താങ്ക് യു ആൾ. താങ്ക് യു സോ മച്ച്.